ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ആണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ, അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും? പി വി റേഷ്യോ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പി വി റേഷ്യോ. ഓക്കെ, അപ്പൊ പി വി റേഷ്യോ ഇറ്റ് ഷോസ് റിലേഷൻ ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോ ആണത് പി വി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇക്വേഷൻ വരുന്നത് പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഓക്കെ പി വി ആർ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി വി റേഷ്യോ കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ സെയിൽസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, selling price is equal to 40 rupees. Okay, then variable cost is equal to 30 rupees. Then find out PV ratio. For PVR is equal to contribution divided by sales. Here C is equal to sales minus variable cost is equal to 40 minus 30, which will give a result of rupees 10. ഇതെന്താണ്? കോൺട്രിബ്യൂഷൻ ആണ്. ഇതെന്താണ്? സെയിൽസ് ആണ്. ഇത് രണ്ടുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാം? പി വി ആർ കാണാം. പി വി ആർ ഈസ് ഇക്വൽ ടു 10 divided by 40. 10 divided by 40. അപ്പൊ അത് പെർസെന്റേജിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? ഇസ് ഈക്വൽ ടു എത്ര പെർസെന്റ് വരും? 25%. അപ്പൊ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട എന്താ അറിയാം? ഒരു കമ്പനിയുടെ, ഒരു ഫേമിന്റെ പി വി ആർ എന്ന് പറയുന്നത് 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവറി സെയിൽ ഓഫ് 100 rupees there will be a contribution of 25 rupees. 100 രൂപയ്ക്ക് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ കോൺട്രിബ്യൂഷൻ എത്ര ഉണ്ടാവും? 25. നിങ്ങൾ 1000 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിലോ കോൺട്രിബ്യൂഷൻ എത്ര ഉണ്ടാവും? 250 ഉണ്ടാവും. നിങ്ങൾ 10,000 രൂപയ്ക്കാണ് സെയിൽ നടത്തുന്നതെങ്കിലോ 2500 രൂപ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, നോട്ട് എ പ്രോഫിറ്റ്. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കാനുണ്ടാവും? പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഒറ്റയടിക്ക് സെയിൽ എമൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ആ മാനേജർക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഈ വർഷത്തെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, അല്ല ഈ മാസത്തെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഈ ഡേയിലെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏതില്? പി വി റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട്. ക്ലിയർ ആണോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് യൂസസ് ഓഫ് പി വി റേഷ്യോ ആണ്. ഓക്കെ, എന്തിനൊക്കെ നമുക്ക് പി വി റേഷ്യോ ഉപയോഗിക്കാം? യൂസസ് ഓഫ് പി വി റേഷ്യോ. അതില് ഒന്നാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പം അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ, പി വി റേഷ്യോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബി പി കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? ബി പി കാണാൻ പറ്റും. നിങ്ങൾ ബി പിയുടെ നോർമൽ ഇക്വേഷൻ എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് അല്ലേ? ഇതല്ലായിരുന്നോ നോർമലി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ആണോ? ആണ്. പക്ഷെ നമുക്ക് നിങ്ങളുടെ കയ്യിൽ പി വി റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഇരിക്കാം, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. പകരം എന്ത് ചെയ്താൽ മതി? ബി പി ഇസ് ഇക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി ആർ ചെയ്താൽ മതി. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി ആർ ചെയ്താൽ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ബി പി കാണാൻ ഇനി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി ആർ. ഇനി നിങ്ങൾക്ക് സെയിൽസ് റിക്വയർഡ് ടു ഏൺ ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ഇക്വേഷനിലായിരുന്നോ? ഓർമ്മയുണ്ടോ? സെയിൽസ് റിക്വയർഡ് ടു ഏൺ ഡിസൈഡ് പ്രോഫിറ്റ്. എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടുപിടിച്ചത്? എഫ് പ്ലസ് പി ഡിവൈഡ് ബൈ സി ഇൻറ്റു എസ്. ഇതായിരുന്നു ചെയ്തത് അല്ലെ? ഇത് നിങ്ങൾ ഇനി വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഫ് പ്ലസ് പി ഡിവൈഡഡ് ബൈ പി വി ആർ. നിങ്ങൾ പി വി റേഷ്യോ ഒന്നാമത് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പി വി ആർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് കിട്ടും. ഓക്കെ, ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി.
മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ നിങ്ങൾ എങ്ങനെയായിരുന്നു ചെയ്തത്? മാർജിൻ ഓഫ് സേഫ്റ്റി ആക്ച്വൽ സെയിൽസ് മൈനസ് BP സെയിൽസ് അല്ലേ? ഓക്കെ, BP സെയിൽസ്. ഇനിയിപ്പോ പെർസെന്റേജ് ആണെങ്കിൽ ഡിവൈഡ് ബൈ ആക്ച്വൽ സെയിൽസ് ചെയ്തു അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാതെ നമുക്ക് വേറെ ഒരു മെത്തേഡ് ഉണ്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ. വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ്. നമുക്ക് ഒരു വർഷത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PVR. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PVR ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. ഓക്കെ, പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു യൂസേജ്, അതായത് ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയുടെ സെയിൽ നടത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റ് എത്ര? അല്ലെ 1 CR സെയിൽ നടത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് നമ്മൾ എന്ത് ഒറ്റയടി കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, നമുക്കിപ്പോ ഒരു സെയിൽസ് തന്നു, 10,000 രൂപയുടെ സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ കണ്ടുപിടിക്കണം എങ്ങനെ ചെയ്യണം? ഇതിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ച് കോൺട്രിബ്യൂഷൻ കണ്ട് അതിൽ നിന്ന് ഫിക്സഡ് അങ്ങനെ വേണ്ടേ? അപ്പൊ ഇതിന് പകരം നേരെ ഈ സെയിൽസിന്, ഇതെന്താണ് സെയിൽസ് ആണ് അല്ലെ? സെയിൽസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? PVR കൊണ്ട് ഗുണിക്കുക. ഓക്കെ, സെയിൽസ് ഇൻറ്റു PVR ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ കിട്ടും. എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ആദ്യം PVR കാണുക എന്നുള്ളതാണ് അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയ കോൺട്രിബ്യൂഷൻ കിട്ടി. പ്രോഫിറ്റിലേക്ക് എത്താണ് ഇനി എന്താ ചെയ്യേണ്ടത്? യെസ്, ലെസ് ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഞാൻ 1 കോടി തന്നു കഴിഞ്ഞാൽ 1 CR തന്നിട്ടുണ്ടെങ്കിൽ ആ 1 CR ഇൻറ്റു PVR ചെയ്യുക. അപ്പൊ ഈ സെയിൽസിന്റെ കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, സോ ദീസ് ആർ ദി മേജർ അപ്ലിക്കേഷൻ ഓഫ് PV റേഷ്യോ. മേജർ അപ്ലിക്കേഷൻ ഓഫ് PV റേഷ്യോ. ക്ലിയർ ആണോ? ഓക്കെ, ഇതൊന്ന് നമുക്ക് നോട്ട് ചെയ്യണം.